ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ ഇന്ന് ആദ്യമായിട്ടാട്ടോ നമ്മൾ ഈ ഒരു കോയിൻ്റെ വീഡിയോ ആയിട്ട് ഇന്ന് നേരിട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് ദിവസമായി ഒരു ചെറിയൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ പിന്നെ അങ്ങ് നാളെ ചെയ്യാന്നിട്ട് അങ്ങനെ അങ്ങ് പോവാട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞി ചെറിയൊരു വീഡിയോ ആയിട്ടായിട്ടൊന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ ഓരോരോ പണി ഉണ്ടായല്ലോ. അപ്പോൾ ഇതകന്ന് ഡെമ്മി മുട്ട ഉണ്ടാക്കാൻ പോവാട്ടോ നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാ കുറച്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഒരു 3 എണ്ണം കേട്ടോ. അപ്പോൾ ഒരു 6 എണ്ണം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 3 എണ്ണം ഉണ്ടാക്കി നോക്കട്ടെ. അത് സക്സസ് ആകുകയാണെങ്കിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മളെ കയ്യിലിപ്പോൾ ഈ ഒരു 3 കോഴിമുട്ടയെ നാശമായതുള്ളൂ, അതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മളെ അവിടെ വെച്ച കോഴിമുട്ടയിൽ കുഞ്ഞില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ വേസ്റ്റ് ആണല്ലോ, ഒഴിവാക്കേണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഡെമ്മി മുട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും വേണ്ടില്ല, ഇന്നൊരു ഡെമ്മി മുട്ട ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഡെമ്മി മുട്ട ഉണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അനുഭവം കേട്ടോ, ഞാൻ ഈ ഡെമ്മി മുട്ട ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ സാധാ കോഴിമുട്ടനെ വെച്ചിട്ടാണ് ഞാൻ ഓരോ ഇത്. അപ്പോൾ അതിൻ്റെ ഓരോരോ അനുഭവങ്ങൾ എന്തായാലും ഞാൻ ഷെയർ ചെയ്ത് തരും കേട്ടോ എന്തായാലും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും മറക്കരുത്. അപ്പോൾ നമ്മളെ എന്താ പറയുക, നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ടേക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമായിട്ടോ ഞാൻ ഈ ഒരു പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡെമ്മി മുട്ട ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വൈറ്റ് സിമെൻ്റ് ആണ് എടുക്കുന്നത്, അറിയാമല്ലോ. ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഡെമ്മി മുട്ട ഉണ്ടാക്കുന്നതൊക്കെ. അതിൽ ഒരു ഏട്ടൻ്റെ വീഡിയോ കണ്ടിട്ടാട്ടോ ഞാൻ ഈ ഡെമ്മി മുട്ട ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഞാൻ 3 കോഴിമുട്ടയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 എണ്ണമാണ് നമ്മളെ കയ്യിലിപ്പോൾ നാശമായ കോഴിമുട്ട ഉള്ളത്. അപ്പോൾ ഇതാക്കുന്ന 3 എണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഉണ്ടെങ്കിൽ വേറെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഹെയർ ഹോൾസ് ഉള്ള ആ ഒരു ഭാഗം തന്നെ പൊട്ടിക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കൊണ്ടാണ് എനിക്ക് ആ മിസ്റ്റേക്ക് വന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹെയർ ഹോൾസ് ഏത് ഭാഗമാണ് അവിടെ നമുക്ക് ഇതേപോലൊരു ഹോൾസ് ഇട്ടിട്ട് നമുക്ക് അതിൽ കൂടെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളെ കോഴിമുട്ട ഇതാക്കുന്ന 3 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഞാൻ ഒന്നും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കോഴിമുട്ടയുടെ ആ ഒരു മഞ്ഞക്കുരുവൊക്കെ നമ്മളിതാക്കുന്ന പൊട്ടിച്ച് മാറ്റി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് സിമെൻ്റ് ആണ് ആവശ്യം. അപ്പോൾ നമ്മൾ വൈറ്റ് സിമെൻറ്റ് എൻ്റെ കയ്യിൽ കുറച്ച് പഴയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട കുത്തിയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്നപ്പോൾ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. അപ്പോൾ കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈകൊണ്ടൊന്ന് പൊട്ടിച്ചിട്ട് വെള്ളം ചേർത്തിട്ട് മിക്സ് ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ ചെയ്തപ്പം ഒരു തരി എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കോഴിമുട്ട ഫില്ല് ചെയ്യുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ എന്തായാലും ഒരു തരി എന്ന് പോലെ ഉണ്ടാവും. ഒരു ഗ്ലേസിങ് കിട്ടില്ല, അങ്ങനെ പറയാം. നമ്മളെ കോഴിമുട്ട പോലത്തെ ഒരു ഗ്ലേസിങ് കിട്ടില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ അത് ഒഴിവാക്കി ഞാൻ ആ ഒരു പൊടി നമ്മൾ അരിപ്പയിൽ അരിച്ചിട്ട് ആ ഒരു പൊടി എടുത്തിട്ട് ഇതാക്കുന്ന വേറൊരു മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരുപാട് വെള്ളമോ അല്ല, നമ്മുടെ ഒരുപാട് കട്ടിയല്ലാത്ത രൂപത്തിൽ ഞാൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് കോഴിമുട്ടയിലേക്ക് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാക്കുന്ന ഒരുപാട് വെള്ളം ആയപ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടി പൊടി ഇട്ടതാട്ടോ. അപ്പോൾ ഇനി ഇത് എന്തായാലും മിക്സ് ആക്കിയതിനെ കൂടെ നമുക്ക് എന്തായാലും ഇത് എടുത്ത് വെക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ബാക്കി വന്നാൽ നമ്മൾ കളയണം, ഒന്നില്ലെങ്കിൽ നമ്മൾ കോഴിമുട്ടയിൽ നിറയ്ക്കണം. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കും, നമുക്ക് സംഭവം ക്ലിയർ ആകുമല്ലോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3-4 കോഴിമുട്ട തോടിലേക്ക് ഫില്ല് ചെയ്യാൻ കണക്കാക്കിയിട്ട് പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ എടുത്തിട്ടുണ്ട്. നമ്മളെ അതിലേക്ക് ഒഴിച്ചു കൊടുത്താട്ടോ നമ്മുടെ കോഴിമുട്ട തോടിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതായത് ഒരു കോണല്ലല്ലോ, നമ്മളെ ഒരു വേറൊരു സൈസ് കവറാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കറക്റ്റ് രീതിയിലൊന്നും നമുക്ക് കോഴിമുട്ടത്തോടിലേക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും കുറച്ച് വലിയ ദ്വാരം ഉണ്ടാക്കിയപ്പം ഒരു രീതിക്കൊക്കെ നമ്മളെ കോഴിമുട്ടയുടെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു കുപ്പി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളെ കോഴിമുട്ട ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളൊരുവിധം 4 കോഴിമുട്ടയാട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കോഴിമുട്ടയുടെ ഉള്ളിലൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി. അപ്പോൾ വെയിലത്ത് വെക്കുന്ന ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വെയിലത്തൊക്കെ വെച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റ് കിട്ടുമെന്നൊന്നും അറിയില്ല. എന്തായാലും വേണ്ടി മുഴുവനായിട്ട് നമ്മുടെ കോഴിമുട്ടയുടെ തോട്ടിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നൊരു തിരക്ക് പിടിച്ചൊരു പണിയായിപ്പോയി കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന എല്ലാം അതേപോലെ തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് എടുക്കുന്നുണ്ട്. ഈ നന്നായിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയിട്ട് നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് ഇത് കിട്ടിയെന്നുള്ളത്.
അപ്പോൾ ഇതാക്കി നമ്മളെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് കിട്ടിയതാട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടി അതിൻ്റെ ഒരു പൊടി വേണം തോന്നി. പിന്നെ എനിക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് തോന്നി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് നോക്കാമെന്ന് എനിക്ക് തോന്നിയിട്ട് അപ്പോൾ കോഴിമുട്ടത്തോട് പൊളിച്ച് നോക്കുമ്പോഴല്ല അതിൻ്റെ ഇത് അറിയാൻ പറ്റും. അപ്പോൾ അതാ നമ്മൾ കോഴിമുട്ടത്തോടൊക്കെ പൊളിച്ച് വന്നപ്പോൾ അതാ ഈ ഒരു ഷേപ്പ് കുറച്ച് ഷേപ്പിന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്, എന്നാലും വേണ്ടില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതേപോലെ ഒന്നും കൂടി വെറ്റ് സിമെൻ്റൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ഒന്നും കൂടി ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. എന്നാലും നമ്മുടെ റോൾസൊക്കെ വരുന്നവിടെ ഒരു ചെറിയൊരു കുഴി പോലെയൊക്കെ കാണുന്നുണ്ട്, എന്നാലും നല്ല ഒരു ഇതുണ്ട് കേട്ടോ. നമുക്ക് ചളി ആയാലൊക്കെ നമുക്ക് കഴുകി ഉപയോഗിക്കാൻ പറ്റും തോന്നുന്നുണ്ട്. ഞാനൊന്ന് കഴുകി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ കോഴിമുട്ടത്തോടോടെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. പക്ഷേ ഞാൻ കോഴിമുട്ടത്തോടൊക്കെ പൊളിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതാട്ടോ കാണുന്നത്. ഏകദേശം നമ്മളെ കോഴിമുട്ടയുടെ ഒരു ഷേപ്പ് തന്നെയാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് പുഴുങ്ങിയ കോഴിമുട്ടയുടെ ഇതാട്ടോ, നമ്മൾ തോല് പൊളിച്ച് കഴിയുമ്പോൾ ആ ഒരു ഷേപ്പാട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, ഒരു അടിപൊളിയാണ് കേട്ടോ. നമ്മളെ കോഴികൾക്കൊക്കെ ഇതൊക്കെ നമ്മുടെ കൂട്ടിലൊക്കെ വെച്ചെടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്നല്ല ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ, എന്തിനാണെന്നുള്ളത്. അപ്പോൾ ഇതാക്കുന്ന എല്ലാവരും ഡെമ്മി മുട്ട ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ. നമുക്കൊരു ഉപകാരം ഉള്ള ഒരു സാധനമാണ് ഈ ഡെമ്മി മുട്ട. നമ്മൾ സാധാ മുട്ടയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളക്കിയിട്ട് പൊട്ടിപ്പോകുന്നതിനാണ് ഈ ഡെമ്മി മുട്ട വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാക്കുന്ന കഴുകിയപ്പോൾ നമ്മൾ സാധാ ഒരു കോഴിമുട്ട പുഴുങ്ങി നമ്മൾ തോല് പൊളിച്ചെങ്ങണ്ടാവും അതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഡെമ്മി മുട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് ഓരോരോ പരീക്ഷണമൊക്കെ നടത്താൻ നോക്കുക. അപ്പോൾ എനിക്കെൻ്റെ കുറേ അനുഭവം അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെക്കണം, എന്നാൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രോത്സാഹനം കൂടിയാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് മറന്നു പോകാതെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.